ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ 10 ദിവസത്തെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഇന്ന് സ്കൂൾ തുറക്കുകയാണ് അല്ലേ. എന്താ പറയുക, 10 ദിവസം എത്ര പെട്ടെന്ന് പോയതെന്ന് അറിയില്ല. കാരണം ഒരു അട്ടപ്പാടി പോക്കും നിബിദിനവും ഓണവും എല്ലാം കൂടി ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് 10 ദിവസം പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ദിവസം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് രാവിലെയൊക്കെ ലേറ്റായിട്ടായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നീക്കാൻ കുറച്ച് പടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഫാദർ കുട്ടിക്ക് എന്താണെന്നറിയില്ല, നല്ല ഉഷാറായിരുന്നു. ഇന്ന് വിളിക്കാതെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഫൈസിക്കുട്ടി മദ്രസക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നത് ബീട്രൂട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണ് കഴിക്കുന്നത്, ഇത് കഴിച്ചാൽ എന്താണ് കിട്ടുക, മുടി വളരുമോ, ബ്ലഡ് ഉണ്ടാവുമോ, അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബ്ലഡ് ഉണ്ടാകും, നല്ല ഉഷാർ. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് തീയൊക്കെ കത്തിച്ച് കഞ്ഞിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം പണികളൊക്കെ തീർത്തിട്ട് വേറൊരു പണി ഉണ്ടായിരുന്നു, പക്ഷേ അത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടുമെന്നെന്തോ അറിയില്ല കേട്ടോ. അങ്ങനെ അത് ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അതിലേക്ക് വേണ്ടിയുള്ള കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒതുക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ആ ഒരു തേങ്ങയും ജീരകത്തിൻ്റെ മിക്സ് ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി കേട്ടോ. അപ്പോൾ ഇതിൽ 2-3 പീസ് തേങ്ങേൻ്റെ പീസൊക്കെ അരയാതെ കിടക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെള്ളമല്ല ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാണ് കേട്ടോ. പിന്നെ ഇതാ ദോശൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അത് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കറിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സവാളയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് തിളച്ച ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. തേങ്ങ അരയ്ക്കുന്നതിന് പകരം നല്ല തിക്കായിട്ടുള്ളൊരു കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഇതേപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ് കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഫാദുക്കുട്ടിക്കും പൈസിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ച ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തു. നമ്മുടെ കറി റെഡിയായി കേട്ടോ. പിന്നെ ഇതാ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ തറവാടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പാലെടുക്കാൻ വേണ്ട തൊട്ട് പുറത്താണ് വീട്. ഈ ഒരു റൂമുണ്ടല്ലോ, ഇതായിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങളുടെ റൂം. അപ്പോൾ ഈ ഒരു വീട് ഇപ്പോൾ ഇവിടെ ഇക്കാൻ്റെ ഏട്ടനും ഫാമിലിയൊക്കെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഇത് കുറേ ആയിട്ട് അടച്ചിട്ട് കിടന്നതല്ലേ. അപ്പോൾ ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തൊക്കെ മട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ അത് ഉണങ്ങുമല്ലോ, മട്ടിയിട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നനച്ചു. പിന്നെ ഈ ഒരു ഡ്രോയിങ് കണ്ടു, ഇത് ഞാൻ വരച്ചതാണ് കഴിച്ച് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് പുറത്ത് റൂം വെറുതെ കിടക്കല്ലേന്ന്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഒന്ന് വരച്ച് കൊള്ളക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അത് അവിടെ ഞാൻ വരച്ചതാണ് കേട്ടോ. പഴയ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പഴയ വീടാണ്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തൊക്കെ മട്ടി ഇട്ട സ്ഥലത്തൊക്കെ ഞാനൊന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ശരിക്കും നമ്മളെ അടുക്കള. ഈ ഒരു പൊളിച്ച ഭാഗം കണ്ടോ, ഈ കിണറൊക്കെ വീടിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ ആ ഒരു ചുമര് കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റുകയാണ് കേട്ടോ ചെയ്തത്. കിണറൊക്കെ ഒന്ന് വെളിച്ചം കാണാനും പിന്നെ ഓട് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ അവർ വരും കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ നനച്ച് പാലൊക്കെ എടുത്ത് വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേക്കും 8:30 ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ പെട്ടെന്ന് നനക്കാൻ പറ്റിയില്ല, കുറച്ച് ടൈം വേണ്ടി വന്നു കേട്ടോ. കാരണം കുറച്ചധികം നനക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു 5-6 ബക്കറ്റ് വെള്ളമൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തുനിന്ന് വെള്ളം എടുത്ത് നനച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് ടൈം പോയി. അങ്ങനെ പാലൊക്കെ എടുത്ത് ചായ ആക്കി ക്രീമീസ് കറി ഉണ്ടാക്കി. ഫാദുക്കുട്ടി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫാദുക്കുട്ടിക്ക് ചായയും ദോശയും കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നേരത്തെ എഴുന്നേറ്റതല്ലേ, സാധാരണ ഈ സമയത്തൊന്നും ആൾ എഴുന്നേക്കാറില്ല. അങ്ങനെ ഫാദുക്കുട്ടിക്ക് ദോശ കൊടുത്തു. പിന്നെ ഫാദുക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടി വന്നിട്ടുണ്ട്. 8:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറേ പ്ലാൻ ചെയ്തതാണ്. കാരണം നമ്മൾ കിച്ചണിലെ അടിയിൽ ഷോക്കേസ് ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതിനൊന്നും ടൈം കിട്ടില്ല. ഇപ്പോൾ ഈ ഒരു രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും എല്ലാ പണികളും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ 2 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് പണികളൊക്കെ തീർന്ന് 3 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഫാദറിനെ കൊണ്ടുപോകാനൊക്കെ പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ പണിയൊന്നും നടക്കൂല കേട്ടോ.
അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഇതേപോലെ ഡോറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മാസം കൂടുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി തട്ടിക്കൊട്ടണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയൊക്കെ ഉറുമ്പും പിന്നെ എന്താ പറയുക നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയാലും ഒരു 1 month ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും മാറാല് വരും, പിന്നെ പൊടികൾ വരും, ഉറുമ്പൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തട്ടിക്കൊട്ടി വേഗം തന്നെ ചോറും കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ 9:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 9:30ക്ക് ബസ് വരുന്നത് പറഞ്ഞിട്ട് നമ്മൾ 9:25 ഇറങ്ങി കേട്ടോ. പക്ഷേ ബസ് വന്നത് 10 മണിക്ക്. അതുവരെ ഈ ഒരു വെയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആകെ ഇടങ്ങാറായിട്ടോ. അങ്ങനെ മക്കളെയൊക്കെ കൊണ്ടാക്കി വിട്ട് വന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് തിരുമ്പണ കല്ലുമൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിൽ കേട്ടോ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ തല പൊട്ടിപ്പോണ പോലത്തെ വെയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ തിരുമ്മിക്കഴിഞ്ഞാൽ ശരിയാവില്ല, കാരണം ആ വെയിൽ കൊണ്ട് തിരുമ്മിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടികൾക്ക് രാവിലെ വെള്ളം ഒഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ, കുറേ നാളായി ശ്രദ്ധിക്കാഞ്ഞിട്ട്. അങ്ങനെ അതിനൊക്കെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചപ്പോൾ ഒരു ജലദോഷം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വർത്തമാനം പറയുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വോയിസ് എനിക്ക് കേൾക്കുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ മീൻ നന്നാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി ഇത് അടിച്ചു വാരിയിട്ടില്ല, തുടച്ചിട്ടില്ല, പാത്രം കഴുകിയിട്ടില്ല, കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഒരു ലോഡ് പണിയുണ്ട്. പക്ഷേ ടൈമാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ നന്നാക്കി മസാല ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മാന്തളുണ്ട്, പിന്നെ നമ്മുടെ ആവൂലി ഉണ്ടല്ലോ ചെറുത്, അതും കൂടി ഉണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ മാന്തളും നല്ല ടേസ്റ്റാണ്. അധികം മുള്ളുണ്ടാവില്ല, കുട്ടികൾക്ക് നമുക്ക് നല്ല കഷ്ണമായിട്ട് കൊടുക്കാനും പറ്റും. അങ്ങനെ മീനും കാര്യങ്ങളൊക്കെ നന്നാക്കാനാണ്. അവിടെ ഞാൻ TV ഇട്ടിട്ടുണ്ട് കേട്ടോ. TVൻ്റെ സൗണ്ട് കൊണ്ട് അങ്ങനെ നല്ല ഉഷാറായിട്ട് തെകൃതിയായിട്ട് നമ്മൾ മീനൊക്കെ നന്നാക്കിയാണ്. ചില ആൾക്കാരൊക്കെ പച്ചമാന്തൽ കഴിക്കില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഉണക്കമാന്തൽ കഴിക്കുന്ന പോലെയല്ല, പച്ചമാന്തൽ ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അധികം മുള്ളും ഒന്നുമില്ലല്ലോ, നല്ല ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതാ മീനൊക്കെ മസാല ടിഷ്യൂ. ഇനി നമ്മൾ വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് നോക്കിയൊക്കെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ മീനും കറികളൊക്കെ ഇതാ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്തെ ചേച്ചി കുറച്ച് കറിവേപ്പില തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഡപ്പയിലൊക്കെ ആക്കി വെക്കാനുണ്ട്. അവരുടെ വീട് അട്ടപ്പാടിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇതാ ഒരു ലോഡ് പാത്രങ്ങളും കഴുകാനുണ്ട്. പക്ഷെ അതവിടെ നിൽക്കട്ടെ, വേഗം പോയിട്ടൊന്ന് അടിച്ചു വരാം. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ നാണങ്ങളും അലക്കൊലത്തായിട്ട് കിടക്കല്ലേ റൂമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് നന്നായിട്ട് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിൽ വന്ന ശേഷം പിന്നെ ഇതാ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. എന്നിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു വലിയ പണി ഉണ്ടാവില്ലല്ലോ, കാരണം ഗ്യാസുമല്ലേ കറി വെക്കണത്. അങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടച്ചു, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാണ്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കുക. പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ചൊന്നും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള വെണ്ടക്കറി റെഡി കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എന്തോ മസാല കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. മസാലയില ഇടയ്ക്കൊന്ന് ഇളക്കാൻ വിട്ടുപോയപ്പോൾ ഒന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ തേങ്ങ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമ്മുടെ വെണ്ടക്കറിയിൽ കുഴച്ചിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ചതിൻ്റെ ഇടയിൽ കൂടെ വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കടുക് പൊട്ടിക്കണം. മീൻ വറുക്കുന്നതിന് മുന്നായിട്ട് കടുകും കൂടി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. ടാറ്റാ ബൈ ബൈ, സീ യു.